ബുക്ക് ലാൻഡ് എന്ന പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകിഷോർ വർമ്മ. യുവസാഹിത്യകാരനായ PV ഷാജികുമാർ രചിച്ച മരണവംശം എന്ന നോവലാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. മരണവംശം, ഈ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ടല്ലേ. കാരണം പരസ്പരം ചേരാത്ത രണ്ട് വാക്കുകളുടെ ഒരു സമസ്ത പദമാണ് മരണവംശം. ഇതിൽ നമുക്ക് ആദ്യം രണ്ടാമത്തെ പദമായിട്ടുള്ള വംശം എടുക്കാം. ഈ വംശം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത് എന്താണ്? ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ചരിത്രം. കാളിദാസൻ്റെ മഹാകാവ്യമായ രഘുവംശം, അതുപോലെ മഹാഭാരതത്തിലെ പൂരുവംശം, നമ്മളുടെ തന്നെ തിരുവിതാംകൂറിലെ രാജവംശം, കൊച്ചി രാജവംശം, അറക്കൽ രാജവംശം. ഈ വംശങ്ങളൊക്കെ ഒരു രാജത്വത്തിനോടും ഒരു അരിസ്റ്റോക്രസിയോടും ബന്ധപ്പെട്ടതാണ് വംശങ്ങൾ. അതായത് വളരെ കാലത്തെ പൈതൃകം അവകാശപ്പെടുന്ന വലിയ ആഢ്യത്വമുള്ള പരമ്പരകളാണ് വംശങ്ങൾ. സൂര്യവംശം എന്ന് പറയും രാമൻ്റെ വംശത്തിലെ. അവർ സൂര്യനിൽ നിന്നാണ് തങ്ങളുടെ ഒറിജിനൽ പിന്തുടർച്ച അവകാശപ്പെടുന്നത്. മഹാഭാരതത്തിലെ രാജാക്കന്മാർ ചന്ദ്രവംശികളാണെന്ന് പറയും. ചന്ദ്രനിൽ നിന്നും ഉത്ഭവിച്ചവരാണത്രേ. ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്. വംശം എന്ന് പറയുന്നതിന് കൂടെ നമ്മൾ മരണം എന്നുള്ള വാക്ക് വയ്ക്കുമ്പോൾ അത് വല്ലാത്തൊരു അരോചകത്വം, അതേസമയം നമ്മൾ ജിജ്ഞാസ ഉണർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. കാരണം ജനിച്ച എല്ലാ ജീവജാലങ്ങളുടെയും അവസാനമാണ് മരണം. ഇപ്പോൾ ദൈവവിശ്വാസമുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭൗമ ശക്തികൾ വിശ്വാസമുള്ളവർ വിചാരിക്കും ഈ മരണശേഷം മറ്റൊരു ജീവിതമുണ്ട്. ചിലർ വിചാരിക്കും പുനർജന്മമുണ്ട്. അല്ലാത്തൊരു മരണത്തോടെ എല്ലാം തീരണമെന്ന് വിചാരിക്കും. എന്തായാലും മരണം ഒരു ഫുൾ സ്റ്റോപ്പാണ് ജീവിതത്തിൻ്റെ. അപ്പോൾ ഈ മരണത്തിൽ നിന്നൊരു വംശം അഥവാ മരണവുമായി ചേർന്നൊരു വംശം, ഈ ചോദ്യം നമ്മൾ മനസ്സിൽ വരും. ഈ ചോദ്യം വളരെ സംഗതമാണ്. നമ്മൾ ഈ നോവൽ വായിക്കുമ്പോൾ നമുക്കിതിൻ്റെ സാങ്കത്യം മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഈ മരണവംശം എന്നുള്ള ഈ വാക്ക് തന്നെ ഈ നോവലിൻ്റെ ശീർഷകമായിട്ട് ഗ്രന്ഥകാരൻ തിരഞ്ഞെടുത്തെന്നുള്ളത്. ഈ കഥ സംഭവിക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് എന്ന് നമുക്കറിയാം, അത് കേരളത്തിൻ്റെ വടക്കേ അറ്റമാണ്, കർണാടക അതിർത്തിയാണ്. ഇപ്പോഴും ഗ്രാമീണത നിലനിർത്തുന്ന ഒരു സ്ഥലമാണത്. അവരുടെ പ്രത്യേക ഭാഷയുണ്ട്. പിന്നെ ഏറ്റവും അധികം കൗതുകം നമുക്ക് തോന്നുന്നത് ഉത്തര കേരളത്തിലെ ആചാരങ്ങളാണ്. അതായത് അവർ തെയ്യം, തിറ, മറ്റ് പല ആചാരങ്ങളും എല്ലാം തന്നെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അഭൗമ ശക്തികളെ ആരാധിക്കുന്ന, വീരാരാധന നടത്തുന്ന ഒരു തരം ആഘോഷങ്ങളാണ്. മറ്റേ കേരളത്തിലെ മറ്റ് ആഘോഷങ്ങളുമായിട്ട് അതിന് സാമ്യം തുലവും കുറവാണ്. അധികം ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളാണ്. കലയും പ്രാർത്ഥനയും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ നോവൽ എഴുതിയിട്ടുള്ളത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ പൂരക്കളി എന്നൊരു തരം പ്രത്യേക ആചാരത്തിൻ്റെ, ആഘോഷത്തിൻ്റെ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ രൂപഘടനയാണ് ഈ കഥയ്ക്കുള്ളത്. ഇതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ നോവൽ വായിച്ച പിന്നെ ഞാൻ നെറ്റ് നോക്കിയപ്പോഴാണ് കണ്ടത്. ഇതൊരു തരം കാമദേവനെ ശിവൻ ദഹിപ്പിച്ച് കളഞ്ഞ ഐതിഹ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു കളിയാണ്. അറിയാലോ, ശിവൻ വൈരാഗ്യമായി തപസ് ചെയ്യുമ്പോൾ ശിവന് പാർവതിയിൽ ജനിക്കുന്ന കുട്ടിയെ താരകാസുരനെ കൊള്ളൂ എന്നുള്ളത് കൊണ്ട് പാർവതിയും ശിവനെയും പരസ്പരം യോജിപ്പിക്കാൻ വേണ്ടി ദേവകൾ കുറെ ശ്രമിച്ചു. അവസാനം ശിവൻ തപസ്സിരിക്കുന്നിടത്ത് പാർവതിയെ പരിചരണത്തിന് അയക്കുകയും അതേ സമയത്ത് കാമദേവൻ അവിടെ വന്ന് ശിവനെ പൂവം പയക്കുകയും ചെയ്തു. ശിവൻ കണ്ണു തുറന്നു, പാർവതിയെ കണ്ടു, മനസ്സിളകി. ആ ദേഷ്യത്തിൽ ശിവൻ എന്ത് ചെയ്തു? കാമനെ ദഹിപ്പിച്ച് കളഞ്ഞു. പിന്നീട് രതിദേവി വന്ന് ശിവൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോൾ ശിവൻ കാമനെ പുനരുജ്ജീവിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ഈ ഐതിഹ്യമാണ് അത്രേ പൂരക്കളിയുടെ അടിസ്ഥാനം. അതിനെപ്പറ്റി നോവലിസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം കൊന്നുകളഞ്ഞ കാമത്തെ തിരിച്ചു വിളിച്ച ഓർമ്മയാണ് ഞങ്ങൾക്ക് പൂരം. പൂരക്കളി പൂരത്തിൻ്റെ കളിയും. പൂരക്കളിക്ക് പാടുന്ന പൂരമാലയുടെ 1 മുതൽ 18 വരെയുള്ള നിറങ്ങളാണ് മരണവംശത്തിൽ അധ്യായങ്ങളായി വേർതിരിച്ചിരിക്കുന്നത്. ആസക്തിയിൽ നിന്നുണ്ടായ 18 നിറങ്ങൾ. ഇവിടെ നിറങ്ങൾ എന്ന് പറയുന്ന രാഗങ്ങളാണ് കേട്ടോ. 18 ഖണ്ഡങ്ങളായിട്ടാണ് പൂരക്കളി വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 18 ഖണ്ഡങ്ങളിൽ 18 രാഗങ്ങളിലാണ് ആലപിക്കുന്നത്. അതാണ് ഈ 18 നിറങ്ങൾ. ഗ്രന്ഥകാരൻ ഇതിനെ ആസക്തിയുടെ നിറങ്ങളെന്ന് പറയുന്നു. അപ്പോൾ ഈ നോവലിൽ ആസക്തിയുണ്ട്. ആസക്തിയുടെ അംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. നമുക്ക് ആദ്യം കഥയിലേക്ക് കിടക്കാം. ഈ കഥ നടക്കുന്ന ഏർക്കാന എന്ന് പറഞ്ഞൊരു സാങ്കല്പിക പ്രദേശത്താണ്. അവിടെ
പണ്ടുണ്ടായ ഒരു സംഭവത്തിൻ്റെ ഒരു ഐതിഹ്യത്തോടു കൂടിയാണ് കഥ ആരംഭിക്കുന്നത്. ഈ ഐതിഹ്യം പിന്നെ ഈ നോവലിൽ പരാമർശിക്കപ്പെടുന്നില്ല. പക്ഷേ ഈ ഏർക്കാന എന്ന പ്രദേശത്തിൻ്റെ സ്വഭാവത്തിനെ കാണിക്കാനായിട്ടാണ് ഈ ഐതിഹ്യം ഉപയോഗിക്കുന്നത്. അതായത് ബല്ലാർമന എന്ന് പറഞ്ഞൊരു മനയുണ്ടായിരുന്നു ഇവിടെ. അവിടെ പൊന്നൂന്നും തങ്കമെന്നും പറയുന്ന രണ്ട് സ്ത്രീകൾ മാത്രം താമസം, അതിസുന്ദരികളായ രണ്ട് സ്ത്രീകൾ. അവരുടെ കയ്യിൽ അളവറ്റ സ്വർണവുമുണ്ട് എന്നാണ് വിശ്വാസം. അപ്പോൾ കോമൻ എന്നൊരു കള്ളൻ ഈ ഏർക്കാനിൽ വന്നെത്തുകയാണ്. ഇയാളെങ്ങനെയാ വെച്ചാൽ ഇയാൾക്ക് പൈസയ്ക്ക് വേണ്ടിയല്ല ഇയാൾ മോഷ്ടിക്കുന്നത്. ഇയാളൊരു അതിഗംഭീര കള്ളനാണ്, തിരുമുറിഞ്ഞ കള്ളനാണ്. ഇയാൾ ബ്രിട്ടീഷുകാരുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ച് അവരെ നാണം കെടുത്തുക എന്നുള്ളതാണ് ഇയാളുടെ ഒരു വിനോദം. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടോ ഇയാൾക്ക് ഈ മനയെപ്പറ്റി കേട്ടപ്പോൾ ആ സ്ത്രീകളിലും ആ സ്വർണത്തിലും ആസക്തി തോന്നി. അയാൾ മനയുടെ ഉള്ളിൽ കയറി. മനയുടെ ഉള്ളിൽ കയറി കള്ളൻ കോമൻ അവിടെ പുറത്ത് കിടക്കാൻ വയ്യാതെ ഒരു സ്ഥലജലഭ്രമം പോലെ ഒരു മെയ്സിൽ വിട്ട പോലെ ചുരുണ്ട് കളിച്ചു. അവസാനം ഈ രണ്ട് സ്ത്രീകളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു. അവർ രണ്ടുപേരെയും അയാൾക്ക് കൊല്ലേണ്ടി വന്നു. അത് കഴിഞ്ഞ് അയാൾ അവിടുന്ന് സ്വർണ്ണമായിട്ട് പുറത്ത് ചാടി. ഈ സ്വർണം ഏർക്കാനയിൽ പല ഭാഗത്തേക്ക് ഇയാൾ കൊണ്ട് കുഴിച്ചിട്ടു. പക്ഷേ ഈ കൊലപാതകങ്ങൾ ഇയാളെ വേട്ടയാടി, ദുസ്വപ്നങ്ങൾ ഇയാൾ കണ്ടു തുടങ്ങി. ഒടുക്കം ഇയാൾ സ്വബോധമില്ലാതെ ബ്രിട്ടീഷുകാരുടെ അണ്ടർവെയർ മോഷ്ടിച്ച് അവരയാളെ പിടിക്കുകയും അയാളെ കഴിവിലേറ്റുകയും ചെയ്തു. ഇയാൾ പലയിടങ്ങളിലായി ഏർക്കാനയിൽ കുഴിച്ചിട്ട സ്വർണം ഏർക്കാനയ്ക്കൊരു പ്രത്യേക സ്വഭാവം കൊടുത്തു എന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. ഇതിലൊരു കഥാപാത്രം പറയുന്നുണ്ട്, കള്ളൻ കോമൻ മരിച്ചില്ല, ഏർക്കാനയിൽ കൊലയുടെയും കൊതിയുടെയും വിറ്റ് വിതച്ച് അയാൾ മായയായി അലയുന്നുണ്ട്. അല്ലെങ്കിൽ ഏർക്കാന ഇങ്ങനെയായി പോയത് എങ്ങനെ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കൊലയുടെയും കൊതിയുടെയും വിത്തുകൾ എന്ന് പറയും. എന്താണ് കൊതി? ഇവിടെ കൊതിയാണ് ആസക്തി, ധനത്തിനോടുള്ള കൊതി, മനുഷ്യ ശരീരത്തിനോടുള്ള കൊതി. 4 പുരുഷാർത്ഥങ്ങളിലെ ധർമാർത്ഥ കാമമോക്ഷങ്ങളിലെ അർത്ഥവും കാമവും. ആ ആസക്തിയാണ് ഈ നോവലിൽ മുഴുവൻ ഒഴുകുന്ന ഒരു അടിയൊഴുക്ക്. അതാണ്. അതുകൊണ്ടാണ് ഗ്രന്ഥകാരൻ ആദ്യമേ തന്നെ ആസക്തിയുടെ 18 നിറങ്ങളിലാണ് ഞാൻ ഈ നോവൽ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോവലിൻ്റെ കഥയിലേക്ക് കിടക്കാം. ഈ ബല്ലാർമനയുടെ ഐതിഹ്യത്തിന് ശേഷം ആണ് യഥാർത്ഥത്തിൽ നോവലിലെ കഥാപാത്രങ്ങൾ കടന്നു വരുന്നത്. കുഞ്ഞമ്മാർ എന്നൊരു സ്ത്രീയെ കൊട്ടൻ എന്നൊരു മനുഷ്യൻ വിവാഹം ചെയ്ത് ഏർക്കാനിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടിയാണ് നമ്മുടെ വംശം ആരംഭിക്കുന്നത്, പരമ്പര. കുഞ്ഞമ്മാറിന് 2 മക്കളുണ്ടാവുന്നു. അമ്പാടി എന്നൊരു മകനും തമ്പായി എന്നൊരു മകളും. ഇതിൽ കൊട്ടൻ ഒരു അതിഗംഭീര വേട്ടക്കാരനും ഒരു കോഴിപ്പോരുകാരനും അങ്ങനെ ഒരു വയലൻസ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയൊരു മനുഷ്യനാണ്. പക്ഷേ അയാളുടെ മകനായിട്ടുള്ള അമ്പാടിക്ക് ആ സ്വഭാവമൊന്നുമില്ല. അമ്പാടി മാധവി എന്നൊരു സ്ത്രീയെ കല്യാണം കഴിച്ച 4 മക്കളുണ്ടാവും. 4 ആൺമക്കൾ: ഭാസ്കരൻ, നാരായണൻ, ബലരാമൻ, മുരളി. തമ്പായി എന്ന പെൺകുട്ടി, അമ്പാടിയുടെ അനിയത്തി, കൃഷ്ണൻ എന്നവരുടെ കല്യാണം കഴിച്ചിട്ട് അവർക്ക് 2 മക്കളുണ്ടാവുന്നു, ചന്ദ്രനും രാജേന്ദ്രനും. ഈ തമ്പായി മരിക്കുകയും കൃഷ്ണൻ 2ാമത് വിവാഹം കഴിക്കുകയും ചെയ്യും. അതിലും 2 മക്കളുണ്ട്, നളിനിയും അരവിന്ദനും. അപ്പോൾ ഈ ഭാസ്കരൻ, നാരായണൻ, ബലരാമൻ, മുരളി, ചന്ദ്രൻ, രാജേന്ദ്രൻ, നളിനി, അരവിന്ദൻ, ഈ 8 കസിൻസ് ആണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇവർ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും പോരുകളും അവർക്കുള്ളുണ്ടാവുന്ന പ്രണയങ്ങളും ആണ് ഈ നോവലിൻ്റെ ഒരു അടിസ്ഥാന പ്രമേയം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇതിന് മഹാഭാരതവുമായിട്ടുള്ള സമയം. അവിടെ 100ഉം 5ഉം ആണെങ്കിൽ ഇവിടെ ആകെ 8 വരെ ഉള്ളൂ എന്നുള്ളതാണ് ഒരു വ്യത്യാസം. അതുപോലെ അവിടെ രാജാക്കന്മാരുടെ പരമ്പരയാണെങ്കിൽ ഇത് സാധാരണക്കാരായ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു പരമ്പരയാണെന്നൊരു വ്യത്യാസമുണ്ട്. പക്ഷേ അവരെ നയിക്കുന്ന വികാരങ്ങൾ ഒന്ന് തന്നെയാണ്, ആസക്തികൾ ഒന്ന് തന്നെയാണ്. ഇത് കൊട്ടൻ്റെ തോക്കിൻ്റെ പ്രാവീണ്യം ഭാസ്കരന് കിട്ടുന്നുണ്ട്. ഈ ഭാസ്കരൻ ചന്ദ്രൻ എന്നുള്ള 2 പേരുടെ പേരുകളും അവരുടെ വർണ്ണനയും വളരെ രസകരമാണ്. ഭാസ്കരൻ നമുക്കറിയാം, സൂര്യൻ്റെ പര്യായമാണ് ഭാസ്കരൻ എന്ന് പറയുക. ഭാസ്കരൻ ജനിക്കുന്നത് നട്ടുച്ച നേരത്താണ്. അതുപോലെ രാത്രിയിലാണ് ചന്ദ്രൻ ജനിക്കുന്നത്. അപ്പോൾ ഒരാൾ പകലിൻ്റെയും ഒരാൾ രാത്രിയുടെയും പ്രതിനിധികളായിട്ടുള്ള സമപ്രായക്കാർ പരസ്പരം പോരടിക്കുന്ന സഹോദര പുത്രന്മാരാണ് അവർ. ഒരുപക്ഷെ നമുക്ക് ദുര്യോധനെയും ഭീമനെയും കർണനെയും അർജുനെയൊക്കെ അവരിൽ കാണാൻ സാധിക്കും. ഭാസ്കരന് ചന്ദ്രൻ്റെ ഹാഫ് സിസ്റ്റർ ആയിട്ടുള്ള നളിനി, അതായത് കൃഷ്ണൻ്റെ 2ാം ഭാര്യ മാണിക്യത്തിൽ കൃഷ്ണൻ്റെ മകൾ നളിനിയായിട്ട് പ്രണയം വരുന്നുണ്ട്. ഇത് ചന്ദ്രന് ഇഷ്ടമല്ല. ചന്ദ്രൻ ഇതിനെ എതിർക്കുന്നുണ്ട്. ഈ എതിർപ്പോടുകൂടി സുഹൃത്തുക്കളായിരുന്ന ഭാസ്കരനും ചന്ദ്രനും
ക്രമേണ ശത്രുക്കളായി മാറുന്നുണ്ട്. അതേസമയം കാലം മുന്നോട്ട് ഒഴുകുകയാണ്. കുഞ്ഞമ്മാറിൻ്റെ കാലം എന്ന് പറയുമ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ കാലമാണ്. അത് കാലക്രമേണ സ്വാതന്ത്ര്യം കിട്ടി, ജനാധിപത്യം വന്നു, കോൺഗ്രസ് ഭരണം, കമ്മ്യൂണിസ്റ്റ് ഭരണം, ഫ്യൂഡലിസത്തിൽ നിന്നും പതുക്കെ ഉള്ള കേരളത്തിൻ്റെ മോചനം, ആധുനികതയുടെ വരവ്, ഇതൊക്കെ നമുക്ക് ഈ നോവലിൽ പ്രതിഫലിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഈ കാട്ടിൽ കള്ളത്തടി വെട്ടിയും അത്യാവശ്യം ചില്ലറ മോഷണങ്ങളും തട്ടിപ്പുകളും കഴിഞ്ഞ് ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഇവരൊക്കെ. ക്രമേണ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഭാസ്കരൻ പക്ഷത്തേക്ക് നീങ്ങുകയാണ്. അതേസമയം ചന്ദ്രൻ സ്ഥലം ജന്മിയായിട്ടുള്ള കോമൻ നായരുടെ പിണിയാളായി മാറുകയും വലതുപക്ഷത്തിൽ നീങ്ങുകയും ചെയ്യുകയാണ്. ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള വഴക്കുകൾ രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു ക്യാൻവാസിലേക്കും കൂടി പറിച്ചു നടപ്പെടുന്നുണ്ട്. അവിടെ യുദ്ധം അങ്ങനെ ഒരു വലിയ ഭൂമികയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അവിടെയാണ് ഈ മരണവംശത്തിൻ്റെ പ്രസക്തി ശരിക്കും വരുന്നത്. കാരണം പരസ്പരം കൊല്ലാൻ തുടങ്ങിയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കണ്ണൂരിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെ പറ്റിയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ളൊരു അക്രമത്തിൻ്റെ പശ്ചാത്തലമാണ് ഈ കഥയിൽ ഉടനീളം. അതിൽ വളരെ പ്രധാനമാണ് ഈ കൊട്ടൻ്റെ തോക്ക് പിന്നീട് ഭാസ്കരന് കിട്ടുന്നത്. അപ്പോൾ ഈ തോക്കൊരു പ്രതീകമാണ് ഇവിടെ. ഒരാൾ ഭാസ്കരനോട് പറയുന്നുണ്ട്, കൊട്ടൻ്റെ വിരൽ നിനക്ക് കിട്ടിയിട്ടുള്ളത്, അതായത് കാഞ്ചി വലിക്കാനുള്ള കഴിവ്. ഈ തോക്കൊരു ജീവിതത്തിൻ്റെ, ഈ ഏർക്കാനത്തെ വളരെ വയലൻ്റായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രതീകമാണ്. അവിടുന്ന് അങ്ങോട്ട് മരണത്തിൻ്റെ ഒരു വിളയാട്ടമാണ്. ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ അത് സ്പോയിലറായിട്ട് മാറും. അതുകൊണ്ടിപ്പോൾ കഥ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി ഞാൻ നോവലിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിക്കാം. ഇത്രയും കഥ പറയുമ്പോൾ ഇതിൽ വലിയ കേമത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. കാരണം കഥയിൽ പ്രത്യേകതകളൊന്നുമില്ലല്ലോ. നമ്മളിതുപോലെ പോരടിക്കുന്ന കുടുംബങ്ങളുടെ ഒരുപാട് കഥകൾ മഹാഭാരതം മുതൽ കേട്ടു തുടങ്ങിയതാണ്. അപ്പോൾ എന്താണ് ഈ നോവലിനെ വ്യതിരിക്തമാക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് വായിക്കേണ്ടതാണെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഈ നോവലിൻ്റെ ഘടന, എഴുതിയിട്ടുള്ള രീതി, മിത്തും റിയലിസവും ഒരുമിച്ച് ചേർന്ന് ഒഴുകുന്ന ഒരു രീതിയിൽ പൂരക്കളിയുടെ ഘടന ഉപയോഗിച്ച് സ്ട്രക്ചർ ചെയ്ത് 18 ഖണ്ഡങ്ങളായി അവതരിപ്പിക്കുന്ന ഒരു രീതി, അത് വളരെ കൗതുകകരമാണ്. അതിൽ തന്നെ ഈ കഥാപാത്രങ്ങളുടെ ഒരു ബാഹുല്യമുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കഥാപാത്രങ്ങൾ കൂടാതെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ മിന്നി മറയുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം കാഴ്ചപ്പാടിൽ കഥകൾ വരുന്നുണ്ട്. പല ഭാഗത്തുനിന്ന് കഥകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരേ സംഭവം തന്നെ പല കാഴ്ചപ്പാടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് ചിലപ്പോൾ ഒരു സ്ട്രക്ചർ ഇല്ലായ്മ തോന്നാം. പക്ഷെ വളരെ ബുദ്ധിമുട്ടി അങ്ങനെ സ്ട്രക്ചർ ഇല്ലാത്തൊരു പ്രതീതി ഉണ്ടാക്കിയെടുത്തതാണ് നോവലിസ്റ്റ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഹാഫസാഡായിട്ടുള്ളൊരു ഒഴുക്കിനോട് നമ്മൾ ചേർന്ന് പോകും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഘടനയാണ് ഈ നോവലിൻ്റേത്. അതിലേക്ക് കടന്നു കയറാൻ കുറച്ച് സമയമെടുക്കും, നമ്മളൊന്ന് ശീലിക്കണം, പക്ഷെ പിന്നെ അത് ഒഴുകിക്കോളും. രണ്ടാമത്തെ എനിക്കിഷ്ടമായ ഇതിൻ്റെ ഭാഷയാണ്. അറിയാലോ, വടക്കൻ കേരളത്തിൽ നമുക്ക് വളരെ പ്രത്യേകതകളുള്ള ഭാഷയാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് എത്തുമ്പോഴൊക്കെ അത് കന്നഡയും മലയാളവും മിക്സ് ചെയ്തിട്ടൊരു വല്ലാത്തൊരു സങ്കര ഭാഷയാണ് നമുക്ക് കിട്ടുക. ആ ഭാഷയുടെ ഒരു സൗകുമാര്യം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് നോവലിസ്റ്റ് ഒരു പ്രഭാഷണത്തിൽ പറയേണ്ടായി, കേരളത്തിൽ മറ്റ് പല ഭാഗത്തും ഇല്ലാത്ത വാക്കുകളൊക്കെ ഈ കാസർഗോഡ് ഭാഷയിലുണ്ട്. ഉദാഹരണത്തിന് നൊസ്റ്റാൾജിക്ക് അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പൊഞ്ഞാറ് പറയും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടായി. അപ്പോൾ അതിൽ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ ഭാഷ ഒരിക്കലും അതാര്യത മൂലം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. വേണ്ടടുത്ത് ഫുട് നോട്ട്സ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ സുതാര്യമായിട്ടാണ് ഭാഷ പ്രയോഗിക്കുന്നത്. നമുക്കതിനെ ഒരിക്കലും നമുക്കൊരു ദുർഘടം തോന്നില്ല. നമ്മൾ തന്നെ അതിൽ വീണോളൂ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഭാഷയിൽ മാത്രമേ ഈ കഥ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഭാഷ ഈ പ്രദേശത്തിൻ്റെയും ഈ ആൾക്കാരുടെയും ദേഹത്തും മജ്ജയിലും മാംസത്തിലും ഒക്കെ അലിഞ്ഞു ചേർന്നിട്ടൊരു സാധനമാണ്. ഏർക്കാന എന്ന ഭൂപ്രദേശം ഈ ഭാഷയിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ സാധിക്കുള്ളൂ. മനസ്സിലാവും. മൂന്നാമത്തെ എനിക്കതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം, കാലത്തിൻ്റെ ഒരു ഒഴുക്ക്. അതായത് കേരളം ഉണ്ടായത് മുതൽ അവസാനം പറയുന്നൊരു പോയിൻ്റ്, കഥയുടെ ഏറ്റവും ഒടുക്കം വരുന്നത് മോഹൻലാലിന് വാനപ്രസ്ഥ അവാർഡ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാലോ എന്താ കിട്ടിയെന്നുള്ളത്. അത്രയും കാലത്തിന് ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് ഒട്ടും ബ്ലേറ്റൻ്റ് ആയിട്ടല്ല, വളരെ നിഗൂഢമായ രീതിയിൽ അടിയൊഴുക്കായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മനസ്സിലാവും, ബ്രിട്ടീഷുകാർ പോയി, ജന്മിത്ത് അവസാനിച്ച് അടുത്ത ഗവൺമെൻറ് വന്നു, പിന്നെ അടിയന്തരാവസ്ഥ വന്നു. അതെല്ലാം ഇതിൽ വളരെ ഭംഗിയായി ചില സൂചനകളോടെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ കാലം മുന്നിലേക്ക് പോകുന്നൊരു പ്രതീതി നമുക്ക് കിട്ടും. അതെനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഏറ്റവും ഇതിനകത്തൊരു, ഞാനത് വളരെ എടുത്തു പറയുന്നൊരു പ്രത്യേകത,
ഇതിൽ മാജിക്കൽ റിയലിസമാണ്. നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാജിക്കൽ റിയലിസമായിട്ട് പറയും ഇല്ലേ? പക്ഷേ എല്ലാം ഒന്നും മാജിക്കൽ റിയലിസം അല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. റിയലിസ്റ്റിക്കായിട്ട് മാജിക്ക് കടന്നു വരുന്നത് മാത്രമേ മാജിക്കൽ റിയലിസം ആവുള്ളൂ എന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാർക്കസിൻ്റെ ഏകാന്തതയിൽ 100 വർഷങ്ങളിൽ മകൻ്റെ കഴുത്തറുത്ത് മകനെ കൊല്ലുമ്പോൾ അയാളുടെ രക്തമൊലിച്ച് അമ്മയെ അന്വേഷിച്ച് പോകുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ റെമഡിയോസ് ദ ബ്യൂട്ടി എന്ന് പറഞ്ഞ അതിസുന്ദരിയായ ഒരു സ്ത്രീ ചിറക് വെച്ച് മാലാഖയെ ആകാശത്തേക്ക് പറന്നു പോകുന്ന ഒരു രംഗമുണ്ട്. ഇതെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മക്കൊണ്ട് ഒരു 4 കൊല്ലം നിർത്താതെ മഴ പെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മാജിക്ക് ആണോ എങ്കിൽ മാജിക്കാണ്, എന്നാൽ റിയലിസ്റ്റിക് ആയിട്ട് സംഭവിച്ചതാണ്. അതായത് നമ്മൾ ഈ പുത്തശ്ശി കഥകളെ കാണുന്ന പോലെ വേർതിരിച്ച് കാണാൻ പറ്റാത്തൊരവസ്ഥ അത് ഈ നോവലിൽ വരുന്നുണ്ട്. പല ഭാഗങ്ങളിലും തെയ്യമൊക്കെ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പല കാലത്തും പക്ഷികളൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരുടെ അന്തർഗതങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. ദൈവങ്ങൾ സംസാരിക്കുന്നുണ്ട്. ദൈവങ്ങൾ വെള്ളത്തിലൊഴുകി പോവുകയും അവയെ തിരിച്ചെടുത്ത് വീണ്ടും പ്രതിഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവങ്ങൾ സന്തുഷ്ടരായി എന്ന് പറയുന്നുണ്ട്. വെറും കല്ലായ ദൈവങ്ങൾ. വളരെ കൗതുകകരമായ കാര്യം, കൊട്ടൻ്റെ തോക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ തോക്ക് അവിടെ ഇരിക്കുന്ന പോലീസുകാരുടെ തോക്കുകളോട് സംസാരിക്കുന്നുണ്ട്. ഒരിക്കലും പൊട്ടാൻ യോഗമില്ലാത്ത തോക്കുകളെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൽ വളരെ രസകരമായ ഇതാണ് ഈ ശരിക്കും പറഞ്ഞ നോവലിൻ്റെ ഹാർട്ട്. നമ്മൾ വായിക്കുന്ന തലം തന്നെ മാറുന്നത് ഈ മാജിക്കൽ റിയലിസമാണ്. എൻ്റെ അഭിപ്രായത്തിൽ മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും നല്ല നോവലുകളിലൊന്നാണിത്. എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. ഇതിനകത്ത് ആകെ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് കുറച്ച് ചെറുതായി പോയി. 300 പേജുണ്ട്. എന്നാലും അവസാനം എത്തുമ്പോൾ കഥ തീർക്കാനായി ഗ്രന്ഥകാരൻ കുറച്ച് വല്ലാതെ സ്പീഡപ്പ് ചെയ്തു എന്നൊരു തോന്നൽ. കുറച്ചും കൂടി വിസ്തരിച്ച് എഴുതേണ്ടതായിരുന്നു. ഗ്രന്ഥത്തിന് വലിപ്പം കൂടിയാലും ചില ഗ്രന്ഥങ്ങൾക്ക് വലിപ്പം വേണമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതിൻ്റേതായ ഒരു ഓർഗാനിക് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിൽ ആ ഓർഗാനിക് ലെങ്ത് കിട്ടിയിട്ടില്ല. ഞാൻ ഗ്രന്ഥകാരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പലരും അത് കുറയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ബോധപൂർവം അതിൻ്റെ വലിപ്പം കുറച്ചതാണെന്ന് പറഞ്ഞു. അതുമാത്രമാണ് ഇതിൽ അല്പം ഒരു കുറവായിട്ട് തോന്നിയത്. വലിയ കുറവല്ല, ബാധിക്കില്ല, നിങ്ങളുടെ വായന ആസ്വാദനത്തിനെ ബാധിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടും ഈ നോവൽ വായിക്കുക. മലയാളത്തിൽ വായിക്കപ്പെടേണ്ട ഒരു പുതിയ നോവലാണിത്. അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.